നമസ്കാരം, ഞാൻ സോണിയ അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതായത് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരിയില്ലേ, റേഷൻ അരി, അത് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിൽ എങ്ങനെ ഒരു ലഞ്ച് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇനി റേഷൻ അരി ഇല്ലാത്തവരുടെ കയ്യിൽ ബാസ്മതി റൈസോ ജീരകശാല റൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ഇപ്പോഴും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേക്ക് അതിലേക്ക് ഉപ്പിടുമ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പിടണം കേട്ടോ. എങ്കിലേ നമ്മുടെ റൈസിന് നല്ല ഉപ്പുണ്ടാകത്തുള്ളൂ. ചെറുനാരങ്ങ പിഴിയുമ്പോൾ ഇല്ലെങ്കിൽ ചോറിന് ഉപ്പുണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പിട്ടു. പിന്നെ ഒരു ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുത്തു. ഇനി ഇതിലേക്ക് ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽ അത് കുറച്ച് ഒഴിക്കുക. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ചോറൊന്നും തന്നെ ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി എണ്ണ കൂടി ഒഴിച്ചിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നത്. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തത് കേട്ടോ. എൻ്റെ കയ്യിൽ റേഷൻ അരി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ റൈസ് എടുത്തത്. ഇനി റേഷൻ അരിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കഴുകുമ്പോൾ ഇച്ചിരി ഉപ്പിട്ടിട്ട് നല്ല ചൂട് വെള്ളത്തിൽ നന്നായിട്ട് വെള്ളം നല്ല ക്ലിയർ ആകുന്നത് വരെ നല്ലപോലെ കഴുകിയെടുക്കുക. അപ്പോൾ അതിനൊരു സ്മെല്ലുണ്ടാവുമല്ലോ, ആ സ്മെല്ലിലേക്ക് ഇങ്ങ് പോയി നല്ല റൈസായിട്ട് നമുക്ക് കിട്ടും. അരി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അധികം അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് തിളച്ച് നല്ല വെന്ത് ഇങ്ങനെ വരുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ റൈസ് നല്ല സോഫ്റ്റായി വരും. സോഫ്റ്റായി വരുമ്പോഴേക്ക് തന്നെ ഇത് വാർത്ത് മാറ്റി തണുക്കാനായി വെക്കണം. എടുത്ത് നോക്കുമ്പോഴേക്കും നല്ല കണ്ടോ, ഈ ഒരു പാകമാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒരുപാട് അങ്ങ് വെന്ത് കൊഴിഞ്ഞു പോകാനായി നിൽക്കണ്ട. നമുക്കിത് ഇങ്ങനെ ഒരു സ്ട്രെയിനറിലേക്ക് കോരി മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ റൈസ് ഒട്ടും തന്നെ കൊഴിഞ്ഞു പോകത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് തണുക്കാനായി മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞത്. എല്ലാം തന്നെ ഇങ്ങോട്ട് ഒരു അരിപ്പയിലൂടെ കോരി ഇങ്ങോട്ട് വെള്ളം എല്ലാം വാർന്ന് തണുത്ത് അവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കടായി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഏത് വേണമെങ്കിലും അതെടുക്കാം. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് എടുത്തത്. ഇതിലേക്ക് ഓയിൽ ചൂടായി വന്നപ്പോഴേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് വറ്റൽമുളക് നല്ല മുരിഞ്ഞ് ഈ റൈസിൽ കിടക്കുമ്പോൾ അത് എടുത്ത് കഴിക്കാൻ ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. 4-5 വറ്റൽമുളക്. പിന്നെ ഉഴുന്ന് പരിപ്പ് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, ചെറുപയർ പരിപ്പ് അതും 1 ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് കാഷ്യൂനട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. എൻ്റെ കയ്യിൽ പീനട്ട് ഇല്ലാത്തതുകൊണ്ട്, കപ്പലണ്ടി നിലക്കടല എന്ന് പറയില്ലേ, അതില്ലാത്തത് കൊണ്ട് കാഷ്യൂനട്ട് എടുത്തത്. കപ്പലണ്ടിയാണ് ഇതിനകത്ത്, പീനട്ടാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തരുന്നത് കപ്പലണ്ടി ചേർത്തുണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അത് നല്ല വറുത്ത കപ്പലണ്ടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക, ഒന്ന് പിളർന്നെടുക്കുക. നമ്മൾ കപ്പലണ്ടി ഇട്ട ഉപ്പുമാവ് ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഒന്ന് പിളർന്നെടുത്തിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ഈ പരിപ്പുകളെല്ലാം തന്നെ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ കയ്പ്പ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്നും കിടക്കരുത്, പച്ചച്ചൊവ ഉണ്ടാകാതെ നല്ലപോലെ വറുത്തെടുക്കുക. അതുപോലെ തന്നെ ഈ കടലപ്പരിപ്പും ചെറുപയർ പരിപ്പും ഉഴുന്ന് പരിപ്പും ഒക്കെ ഇപ്പോൾ ഞാൻ കുതിർത്തിട്ടില്ല. ഒന്ന് കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോറ് കഴിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ക്രഞ്ചി ആയിട്ടിരിക്കും. അത് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തു. ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ സാധാരണ കുഞ്ഞു ജീരകം. ചെറിയ ജീരകം ചേർക്കുമ്പോൾ നമ്മുടെ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി അതിൻ്റെ മണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല.
പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇടുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഉണക്കമുന്തിരിയും കൂടെ ഇട്ടത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. ഇനി വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് എന്ന് പറയുമ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കേട്ടോ. ഞാനിപ്പോൾ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെ ഒരു 6 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാകണം. എരിവ്, ഉപ്പ്, പുളി ഇതെല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ റൈസിന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതുപോലെ പച്ചമുളകും കൂടെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. അതായത് ലെമൺ റൈസ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഒരു യെല്ലോ കളറിലാണ് ഇരിക്കുന്നത് അല്ലേ, നല്ലൊരു മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഇങ്ങ് മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ആ പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം, എന്നെങ്കിലേ നമുക്ക് റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇച്ചിരി കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കണം കേട്ടോ. ഒരു നുള്ളു കായപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. എൻ്റെ കയ്യിലിപ്പോൾ കായപ്പൊടി ഇല്ല, കട്ടിക്കായമാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് തണുക്കാനായി മാറ്റി വെച്ചിരുന്നില്ലേ ആ റൈസ് ചോറ് നമുക്കിതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ബാക്കിയും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ പരിപ്പുകളെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ ലെമൺ റൈസ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് സാധാരണ ബാസ്മതി റൈസോ ജീരകശാല റൈസോ ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള റേഷൻ അരി ഉണ്ടെങ്കിൽ അതും ഇതേ മെത്തേഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു ലഞ്ച് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ബാക്കി ചോറും കൂടെ ഇതിനകത്തേക്കങ്ങ് ആഡ് ചെയ്ത് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഉപ്പുണ്ടോയെന്ന് ചോറിന് നോക്കണം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കണം. വെള്ളത്തിൽ തന്നെ ഉപ്പിട്ടാൽ ചോറിലെല്ലാം ഈവനായിട്ട് ഒരുപോലെ തന്നെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാകും. നമ്മളിങ്ങനെ ഇടുമ്പോൾ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഉപ്പ് കൂടുതലായിട്ടൊക്കെ നിൽക്കും. അതാണ് ഞാൻ പറഞ്ഞത്, വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഉപ്പിട്ടിട്ട് തിളപ്പിക്കണം. നല്ലപോലെ ചോറും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. അതായത് നെയ്യിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇപ്പം നെയ്യ് ചേർക്കാം. ഞാനിതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇനി കുറച്ച് മല്ലിയിലയും ചെറുനാരങ്ങ നീരും കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടി ഒന്ന് വിതറി കൊടുത്തിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നും കൂടി ഒന്ന് ഇളക്കി ചേർത്ത് എടുക്കാം. അപ്പോഴേക്ക് ചോറ് നന്നായിട്ട് ചൂടായി റെഡിയായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുകയും ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റൈസാണ് കേട്ടോ. അടച്ച് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു റൈത്ത തയ്യാറാക്കാം. ഒരു യോഗട്ട് വെച്ച് തൈര് വെച്ചിട്ട് ഒരു സാലഡ്, ഉപ്പും തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി അരിഞ്ഞു വെച്ചതാണ്. അതിലേക്ക് ഈ തൈരും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ലെമൺ റൈസിന് ഒരു റൈത്ത റെഡിയായി. പിന്നെ ഒരു അച്ചാറും പപ്പടവും കൂടി ആകുമ്പോൾ ഇന്നത്തെ ലഞ്ച് നല്ല ഉഷാറായിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് കേട്ടോ. അതും കൂടെ കൂട്ടിയിട്ട് നല്ല ഉഷാറായിട്ട് നമുക്കങ്ങോട്ട് സെർവ് ചെയ്യാം. ഇതിലേക്ക് ചിക്കനോ മട്ടനോ ബീഫോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈസി റൈസാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ക്രിയേറ്റീവ് ആയിരിക്കുക. അതുപോലെ തന്നെ അറിയാലോ, ലോകം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കോൺഷ്യസ് ആയിരിക്കുക, അത് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക, അത് മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.